നല്ല ഫ്രഷ് മധുരക്കള്ളാണ്, കുടിക്കാനല്ല കേട്ടോ. കള്ള് വെച്ച് നമ്മളൊരു കിടിലൻ വട്ടയപ്പം ഉണ്ടാക്കാൻ പോവാണ് 1 മിനിറ്റിൽ. ഏകദേശം 1 കിലോ പച്ചരിയാണ് നമ്മളിവിടെ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അരി നന്നായി കഴുകി ഒരു 6 മണിക്കൂർ നേരത്തേക്കെങ്കിലും വെള്ളത്തിലിട്ട് വെക്കാം. 4 മീഡിയം സൈസുള്ള തേങ്ങകൾ നന്നായി ചിരവിയെടുക്കാം. പച്ച തേങ്ങയാണ് കൂടുതൽ നല്ലത്. നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ആവശ്യത്തിന് തെങ്ങും കള്ള്, പഞ്ചസാര എന്നിവ ചേർത്ത് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതിലേക്ക് തയ്യാറാക്കി വെച്ച തേങ്ങ, ഏലക്ക എന്നിവ ചേർക്കാം. വീണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കാം. മാവ് നല്ല ഉയരമുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. കള്ള് ഒഴിച്ചതുകൊണ്ട് ഫെർമെന്റേഷൻ സംഭവിക്കുമ്പോൾ മാവ് നന്നായിട്ട് ഉയർന്നു വരും. ഒരു 7 മണിക്കൂർ അടച്ചു വെക്കാം. നല്ല വായ്വട്ടമുള്ള ഒരു പാത്രം കഴുകിയെടുക്കാം. തേങ്ങ ചിരവിയ ശേഷം ബാക്കി വന്ന ചിരട്ടകൾ ഈ പാത്രത്തിൽ നിരത്തി വെക്കാം. വാഴയിലയുടെ കട്ടിയുള്ള തണ്ട് മുറിച്ചെടുത്ത് ആവശ്യമുള്ള നീളത്തിൽ കഷ്ണങ്ങളാക്കി ചിരട്ടയുടെ മുകളിൽ ഒരു പ്ലാറ്റ്ഫോം പോലെ നിർമ്മിക്കാം. അപ്പം ഉണ്ടാക്കേണ്ട പ്ലേറ്റിലോ പാത്രത്തിലോ അല്പം വെളിച്ചെണ്ണ തേച്ചു കൊടുക്കാം. വാഴത്തണ്ട് കൊണ്ട് ഉണ്ടാക്കിയ പ്ലാറ്റ്ഫോമിലേക്ക് ഈ പാത്രങ്ങൾ വെച്ചു കൊടുക്കാം. പാത്രം അടുപ്പിലേക്ക് കയറ്റി വെക്കാം. പാത്രത്തിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തയ്യാറാക്കി വെച്ച പുളിപ്പിച്ച മാവ് നന്നായി ഇളക്കി അപ്പം ഉണ്ടാക്കേണ്ട പാത്രങ്ങളിലേക്ക് പകർന്നു കൊടുക്കാം. അപ്പം ഉണ്ടാക്കാനായി കള്ള് ഉപയോഗിച്ചത് കള്ളിന്റെ ഫെർമെന്റേഷൻ നടത്താനുള്ള കഴിവിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. പകരം ഈസ്റ്റ് ഉപയോഗിച്ചാലും മതിയാവും. പാത്രം നല്ലൊരു വെയിറ്റ് വെച്ച് മൂടാം. ഉദ്ദേശം 20 മിനിറ്റിൽ അപ്പം നന്നായി വെന്തിട്ടുണ്ടാവും. പാത്രത്തിന്റെ മൂടി തുറക്കുമ്പോൾ തന്നെ ആ ഒരു അപ്പത്തിന്റെ മണം നമുക്ക് ഫീൽ ചെയ്യും. തുടർന്ന് അപ്പം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. കാഴ്ചയ്ക്ക് അപ്പത്തിന് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടി ചെറിയ കുത്തി വെച്ചു കൊടുക്കാം. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ അപ്പത്തിന്റെ ഫൈനൽ റിസൾട്ട്. അപ്പം കഴിക്കാൻ പാകത്തിന് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യാം. ഇനി നമ്മുടെ അപ്പം കഴിച്ചു നോക്കി അഭിപ്രായം പറയട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.